ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പുലർച്ചെ ഒരു അമ്പലത്തിൽ പോകാം കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കുഞ്ഞോൾ ഭയങ്കര ഉറക്കമായിരുന്നു. അവിടെ എത്താറായപ്പോഴത്തേക്കും കുഞ്ഞോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് വന്നത്. ഇപ്പോൾ തൃശ്ശൂർ പുത്തൂർ ചോച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ പഴനി എന്ന് പറഞ്ഞ അമ്പലത്തിലോട്ടാണ് നമ്മൾ വന്നത്. പിന്നെ പുലർച്ചെ വന്ന കാരണം നല്ല മഞ്ഞുണ്ടായിരുന്നു. മുകളിൽ തന്നെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. 108 പടിയോ അങ്ങനെ എത്രയോ പടിയുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങൾ റോഡിലൂടെ സൈഡിലൂടെ അമ്പലത്തിലോട്ട് ഡയറക്റ്റ് ഒരു റോഡുണ്ട്. അപ്പോൾ ആ റോഡ് വഴിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഴനിയിൽ പോയിട്ടുള്ള തലമുണ്ടനത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ തന്നെ എടുത്തു വെച്ചതായിരുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. അപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുത്തു കൗണ്ടറിൽ നിന്ന് വഴിപാടൊക്കെ ചീട്ടാക്കിയിട്ട് തലമുണ്ടനം ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ തന്നെ ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞോളും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ കൂടെയാണ് ചേട്ടനും. അവൾക്ക് ഇനി ഒരു വിഷമാവണ്ട, മുട്ടയടിച്ച് നടക്കാന്ന് വെച്ചിട്ട് വിഷമാവണ്ടെന്ന് വെച്ചിട്ടാണ് ചേട്ടനും അവളുടെ ഒപ്പം മുട്ടയടിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരുന്നില്ല. പനിയിൽ പോയപ്പോൾ മുട്ടയടിക്കുന്ന സമയത്ത് അവൾക്ക് പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. തലയിൽ കുറച്ച് മുടിയായ കാരനാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ മുടി മുട്ടടിക്കൽ വേഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതായത് കുഞ്ഞോളുടെ ഏകദേശം ഏറെക്കുറെ കഴിഞ്ഞു. നമുക്കിവിടെ കുളിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകണത്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിൻ്റെ പോലെ തന്നെ ഏറെക്കുറെ ഒരു സാമ്യമൊക്കെ ഉണ്ട് ഈ അമ്പലത്തിനും. 4 മുരുകൻ, 5 മുരുകൻ, 6 മുരുകൻ, 7 മുരുകൻ, 8 മുരുകൻ, 9 മുരുകൻ, 10 മുരുകൻ, 11 മുരുകൻ. അപ്പം നമ്മുടെ വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെറിയൊരു മിനി വ്ളോഗ്. ബൈ.